ഓൾ PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവിധ LDC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി സൂപ്പർ ട്രെയിനർ മൻസൂർ അലി കാപ്പുങ്ങൾ തയ്യാറാക്കുന്ന ഒരു മാതൃകാ പരീക്ഷയാണ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളാണുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നിയമത്തെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ച നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടുത്ത ചോദ്യം നോക്കാം. ക്യാബിനറ്റ് മിഷൻ്റെ ശരിയായ നിർദ്ദേശങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും. ഒരു ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ രൂപീകരിക്കും. അപ്പോൾ കേന്ദ്രത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കും. നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും. ഒരു ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ രൂപീകരിക്കും. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കിയ എ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആര്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആന്ദ്രേ വൈദ. രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കിയ എ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്ന ചിത്രം സംവിധാനം ചെയ്ത് ആന്ദ്രേ വൈദ. ആന്ദ്രേ വൈദ സംവിധാനം ചെയ്ത ചിത്രമാണ് എ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നത്. രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു ഈ സിനിമയുടെ പ്രമേയം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4. അപ്പോൾ 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1914 മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ പ്രത്യജന സംഘം ചങ്ങനാശ്ശേരിയിൽ രൂപം കൊണ്ടു. അപ്പോൾ 1914 മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ പ്രത്യജന സംഘം ചങ്ങനാശ്ശേരിയിൽ രൂപം കൊണ്ടു. കൊല്ലത്ത് നിന്ന് TK മാധവൻ ദേശാഭിമാനം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1915. അപ്പോൾ 1915 കൊല്ലത്ത് നിന്ന് TK മാധവൻ ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1918 മെയ്യിൽ തലശ്ശേരിയിൽ ചേർന്ന 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അസീം അലി ഖാനായിരുന്നു. 1918 മെയ്യിൽ തലശ്ശേരിയിൽ ചേർന്ന 3ാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അസീം അലി ഖാനായിരുന്നു. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. 1914 മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ പ്രത്യജന സംഘം ചങ്ങനാശ്ശേരിയിൽ രൂപം കൊണ്ടത്. 1915 കൊല്ലത്ത് നിന്ന് TK മാധവൻ ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1918 മെയ്യിലാണ് തലശ്ശേരിയിൽ ചേർന്ന 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അസീം അലി ഖാനായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി മൊയ്യാരത്ത് ശങ്കരനാണ്. അപ്പോൾ മൊയ്യാരത്ത് ശങ്കരനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി. അടുത്ത ചോദ്യം നോക്കാം. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു പ്രാദേശികവാദത്തിൻ്റെ പ്രത്യേകതയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാൽബൈശാഖി. കാൽബൈശാഖിയുടെ പ്രത്യേകതയാണ് അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും കാൽബൈശാഖി എന്ന പ്രാദേശികവാദത്തിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ വിളിക്കുന്നത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അപക്ഷയം. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ പറയുന്നതാണ്
അപക്ഷയം. അപ്പോൾ അപക്ഷയം എന്നാൽ ശിലകൾ പൊട്ടിപ്പൊടിക്കുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പാലക്കാട് ചുരത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 4. അപ്പോൾ നാലാമത്തത് പാലക്കാട് ചുരത്തിൻ്റെ സവിശേഷത അല്ല. അപ്പോൾ പാലക്കാട് ചുരത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. അപ്പോൾ പാലക്കാട് ചുരം നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നു. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നർമ്മദയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. അപ്പോൾ നർമ്മദയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളാണ് മഹേശ്വർ ഡാമും റാണി അവന്തിഭായ് സാഗർ ഡാമും. മഹേശ്വർ ഡാം, റാണി അവന്തിഭായ് സാഗർ ഡാം നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന 2 ഡാമുകളാണ് മഹേശ്വർ ഡാം, റാണി അവന്തിഭായ് സാഗർ ഡാം എന്നിവ. അടുത്ത ചോദ്യം. ഇന്ത്യയെ മ്യാൻമറിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് പട്കായ് നിരകൾ. പട്കായ് നിരകളാണ് ഇന്ത്യയെ മ്യാൻമറിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര. ഇന്ത്യയെ മ്യാൻമറിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര പട്കായ് നിരകളാണ്. അപ്പോൾ പട്കായ് നിരകളാണ് ഇന്ത്യയെ മ്യാൻമറിൽ നിന്നും വേർതിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഉൽപ്പാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നാൽ ഉൽപ്പാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നാൽ ഉൽപ്പാദനോപാധികൾ പൊതു ഉടമസ്ഥതയിൽ ഉള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ്. അടുത്ത ചോദ്യം നോക്കാം. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയെന്ന് നോക്കാം. ആധാർ പദ്ധതി നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആധാർ പദ്ധതി നിലവിൽ വന്നത്. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ് എന്നിവ നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ് എന്നിവ നിലവിൽ വന്നത്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ആധാർ പദ്ധതി നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ് എന്നിവ നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി. അപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നികുതി വരുമാനമാണ് കോർപ്പറേറ്റ് നികുതി. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നികുതി വരുമാനം കോർപ്പറേറ്റ് നികുതിയാണ്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നികുതി വരുമാനം കോർപ്പറേറ്റ് നികുതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്.
നീതി ആയോഗ് രൂപീകരിച്ചത് 2015 ജനുവരി 1-നാണ്. ഇപ്പോൾ 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് രൂപീകരിച്ചത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് രൂപീകരിച്ചത് 2015 ജനുവരി 1-നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സംഭരണം. അപ്പോൾ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തതാണ് സംഭരണം. നിർമ്മാണം, വ്യവസായം, ഗ്യാസ്, ജലവിതരണം ഒക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. നിർമ്മാണം, വ്യവസായം, ഗ്യാസ്, ജലവിതരണം ഒക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് നിർമ്മാണം, ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് നിർമ്മാണം, വ്യവസായം, ഗ്യാസ്, ജലവിതരണം എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 39D. ആർട്ടിക്കിൾ 39D ആണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39D. അപ്പോൾ ആർട്ടിക്കിൾ 39D പ്രകാരം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നിയമവാഴ്ച ബ്രിട്ടൻ, ജുഡീഷ്യൽ പുനരവലോകനം US, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്, രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ് നിയമവാഴ്ച, ജുഡീഷ്യൽ പുനരവലോകനം US, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്, രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. അപ്പോൾ അയർലൻഡിൽ നിന്ന് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നാണ്, ജുഡീഷ്യൽ പുനരവലോകനം US-ൽ നിന്നും, നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BL മിത്തലിന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BL മിത്തറിനു പകരമായി വന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, N. മാധവറാവു. N. മാധവറാവു ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BL മിത്തറിന് പകരമായി വന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BL മിത്തറിന് പകരമായി വന്നത് N. മാധവറാവു ആണ്. അപ്പോൾ N. മാധവറാവു ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BL മിത്തറിന് പകരമായി വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ 42ാം ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തെ പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്: സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു. അപ്പോൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വെട്ടിക്കുറച്ചു. ഭാഗം 4 ആർട്ടിക്കിൾ 48A കൂട്ടിച്ചേർത്തു. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭാഗം 4 ആർട്ടിക്കിൾ 48A കൂട്ടിച്ചേർത്തത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു. ഭാഗം 4 ആർട്ടിക്കിൾ 48A കൂട്ടിച്ചേർത്തു. അടുത്ത ചോദ്യം നോക്കാം. ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന നിയമങ്ങളെയാണ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ കഴിയാത്തത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 9. 9ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന നിയമങ്ങളെയാണ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ കഴിയാത്തത്. ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ കഴിയാത്തത് 9ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന നിയമങ്ങളെയാണ്. അപ്പോൾ 9ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന നിയമങ്ങളെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.